ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ബഡ്ജറ്റ് വീടാണ്. വീട് വരുന്നത് പൂക്കാട്ടുപടിയിലാണ്. 3.5 സെൻറ്റ് സ്ഥലത്ത് 1650 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 3 ബെഡ്റൂമുകളുള്ള ഒരു വീട്. എൻ്റെ പുറകിൽ കാണുന്ന ഈ വീടിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് ഒരു 14 കിലോമീറ്റർ ദൂരമുണ്ട്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4.5 കിലോമീറ്റർ ഏകദേശ ദൂരം വരും. മെയിൻ ബസ് റൂട്ടിലേക്ക് വരുന്ന ദൂരം ഏകദേശം 300 മീറ്റർ മാത്രമാണ്. വീടിൻ്റെ ഫ്രണ്ടിലായി വരുന്നത് ഈ കാണുന്ന ടൈല് വിരിച്ച റോഡാണ്. 5 മീറ്റർ റോഡാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ഡ്രെയിനേജ് സൗകര്യമൊക്കെ നമുക്ക് ഒരുക്കിയിരിക്കുന്നതായിട്ട് കാണാം. വീടിൻ്റെ മതിലിൽ നിന്ന് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗോൾഡൻ ഡിസൈനൊക്കെ കൊടുത്തിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ഫോൾഡിങ് ഗേറ്റ് വരുന്നുണ്ട്. സ്ലൈഡിങ്ങിലാണ് ഗേറ്റ് വരുന്നത്. സ്ക്വയർ ട്യൂബിലാണ് ഗേറ്റ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ആ ഡിസൈൻ വർക്ക് കാണാം. സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ പാറ്റേൺ ഇവിടെ നൽകിയിട്ടുണ്ട്. ബ്ലാക്ക് കളർ താഴെ വരുന്നു. മുകൾ ഭാഗത്ത് വരുമ്പോൾ ഒരു വൈറ്റ് കളറാണ് വരുന്നത്. ഇവിടെ ഒരു ഗോൾഡൻ ഫിനിഷ് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മോഡേൺ കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് ബാൽക്കണി നൽകിയിട്ടുണ്ട്. മുകൾ ഭാഗത്തായിട്ട് ഒരു ചരിഞ്ഞ വാർക്കയാണ് നൽകിയിരിക്കുന്നത്. സെൻറ്റർ ഭാഗത്തായിട്ടൊരു സ്ക്വയർ ടൈപ്പുള്ള ഡിസൈൻ വർക്ക് കാണാം. താഴെ വരുമ്പോൾ ഈ ഭാഗത്തും ഒരു കണ്ടംപററി ഡിസൈൻ്റെ രീതിയിലുള്ള ഒരു ഡിസൈൻ വർക്ക് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മുറ്റത്ത് വിരിച്ചിരിക്കുന്ന ഇൻ്റർലോക്കിംഗ് ബ്രിക്സാണ്. അതിനിടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനുണ്ട്. ഇവിടെ ഒരു ഡിസൈൻ വർക്ക് നമുക്ക് കാണാം. ഒരു ജനൽ വരുന്നത് ഈ ഡിസൈൻ വർക്കിൻ്റെ ഉള്ളിലായിട്ടാണ്. 2 പില്ലറുകൾ വരുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ പ്ലാന്റർ ബോക്സാണ് നൽകിയിരിക്കുന്നത്. കിണർ വെള്ളവും KWA വാട്ടർ കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെ എല്ലാം മെറ്റൽ ചിപ്സാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾക്ക് ശേഷം നമുക്കിനി വീടിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ വലിയ സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡ് വരുന്ന ഫുൾ ബോഡി ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വെട്രിഫൈഡ് ടൈലാണ്. ഇവിടെ ഒരു 3 പാളി ജനൽ നൽകിയിട്ടുണ്ട്. 2 സ്റ്റെപ്പുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മെയിൻ ഡോർ വരുന്നുണ്ട്. മെയിൻ ഡോറിൻ്റെ ഹാൻഡിൽ നൽകാറുണ്ട്. തേക്കൂട്ടിലാണ് മെയിൻ ഡോർ. 2 പാളികളിലായിട്ടുള്ള ഡോറാണ് നൽകിയിരിക്കുന്നത്. ഡോർ തുറന്നാൽ നമുക്ക് ലിവിങ് സ്പേസിലേക്ക് പോകാം. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയയാണ്. ഇവിടെ വരുമ്പോൾ ഒരു 4 പാളി ജനലാണ് നൽകിയിരിക്കുന്നത്. സ്റ്റീലിൻ്റെ അഴികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഫ്രഞ്ച് വിൻഡോയാണ്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഫ്രഞ്ച് വിൻഡോയാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെ വലിയൊരു സോഫ ഇടാവുന്ന രീതിയിലുള്ളൊരു സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ TV യൂണിറ്റ് വരുന്നത് ഇവിടെയാണ്. TV യൂണിറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ ഒരു നിഷ് ഡിസൈൻ വരുന്നുണ്ട്. അവിടെ നമുക്ക് ഡെക്കർ ഐറ്റംസൊക്കെ വയ്ക്കാവുന്നതാണ്. ഇവിടെ ലൂവർ ഡിസൈൻ പാറ്റേണാണ് മുകളിൽ വന്ന് താഴെ വരെ നൽകിയിരിക്കുന്നത്. താഴെ സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്തായിട്ട് ലാക്കേർഡ് ഗ്ലാസ് നൽകിയിരിക്കുന്നു. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക് കാണാം. ഒരു L ഷേപ്പുള്ള ഡിസൈൻ വർക്ക് വരുന്നുണ്ട്. അവിടെ വുഡൻ ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ലിവിങ് സ്പേസിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ നമുക്കൊരു ഡിസൈൻ വർക്ക് കാണാം. ഒരു മൾട്ടിവുഡിൻ്റെ ഡിസൈൻ പാറ്റേൺ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയൊരു സ്പേസ് അല്ല ഈ ഡൈനിങ് ഏരിയ. ചെറിയൊരു സ്പേസ്, ഒരു ഏകദേശം ഒരു 6 കസേരയൊക്കെ ഇട്ടിരിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് മാത്രമാണ് നമുക്കിവിടെ ലഭ്യമാകുന്നത്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷ് കൗണ്ടറാണ്. അതിന് ഡെഡിക്കേറ്റഡ് സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൾട്ടിവുഡിൻ്റെ ഡിസൈൻ പാറ്റേൺ ഇരിക്കുന്നു. വാനിറ്റി കൗണ്ടർ താഴെ വരുന്നുണ്ട്. മുകളിൽ ടേബിൾ ടോപ്പായിട്ട് ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ടൈല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഏരിയയാണ് ഈ വാഷ് കൗണ്ടർ ഏരിയ. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുണ്ട്. ഫുൾ ബോഡി ടൈലാണ് ഇതിന് മുകളിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് വരുന്നുണ്ട്. ഇവിടെ 2 LED ലൈറ്റുകൾ കൊടുക്കാറുണ്ട്. ഹാങ്ങിങ് ലൈറ്റുകളാണ് അവിടെ വരേണ്ടത്. ഇതാണ് കൗണ്ടർ ടോപ്പ് L ഷേപ്പിലാണ് നൽകിയിരിക്കുന്നത്. ഗ്രാനൈറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു 3 പാളി ജനൽ വരുന്നുണ്ട്. ഇവിടെ മുകളിലും താഴെയുമായിട്ട് കബോർഡുകൾ നൽകിയിട്ടുണ്ട്. അലൂമിനിയത്തിലാണ് ഈ കബോർഡുകൾ നൽകിയിരിക്കുന്നത്. പ്രൊഫൈൽ ഹാൻഡിലുകളാണ് ഇതിനെല്ലാം നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു 2 പാളി ജനലും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ തന്നെ വരുന്നത്. ഇവിടെ നമുക്ക് പുറത്ത് ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വർക്ക് ഏരിയ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. വലിയൊരു സ്പേസാണ് നമുക്കിവിടെ ലഭ്യമാകുന്നത്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ബെഡ്റൂമിൻ്റെ ഡോറാണിത്. സ്കിൻ ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ തുറന്ന് വരുമ്പോൾ നേരെ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു 3 പാളി ജനൽ കാണാം. അവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അവിടെയും ജനൽ വരുന്നുണ്ട്. വാർഡ്രോബ് വരുന്നത് ഇവിടെ ആയിട്ടാണ്. വാർഡ്രോബ് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിരിക്കുന്നത്.
ഹാൻഡ് റെയിൽ നല്ല ഭംഗിയിൽ വുഡൻ ഡിസൈനിൽ വരുന്ന ഒരു ഹാൻഡിൽ അവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ഡ്രസ്സിങ് ഏരിയ ആണ്. ഇവിടെ ഒരു വലിയ മിറർ കൊടുത്തിട്ടുണ്ട്. താഴെ മുകളിലുമായിട്ട് സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക് കാണാം. സെൻറ്റർ ഭാഗത്ത് ഒരു യെല്ലോ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ബാത്റൂം ഇതാണ്. ബാത്റൂമിൻ്റെ ഡോറ് ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. നല്ലൊരു ഡിസൈൻ വരുന്ന ഫൈബർ ഡോറ്. നേരെ നോക്കുമ്പോൾ തന്നെ ഒരു വാഷ് ബേസിനാണ് നൽകിയിരിക്കുന്നത്. വൈറ്റും ബ്ലാക്കും കളറിലുള്ള വാൾ ടൈലുകൾ ഗ്ലോസി ഫിനിഷിൽ നൽകിയിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്ത് ഷവർ വരുന്നുണ്ട്. ഈ അവസാന ഭാഗത്ത് ക്ലോസറ്റ് നൽകിയിട്ടുണ്ട്. വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ ഇവിടെ കാണാം. മുകളിൽ എക്സോസ്റ്റ് ഫാൻ നൽകിയിരിക്കുന്നു. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂം. താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. സ്റ്റെപ്പ് വരുന്നത് ഇവിടെ നിന്നാണ്. ഡൈനിങ് സ്പേസിൻ്റെ ഒരു ഭാഗത്തുകൂടിയാണ് സ്റ്റെപ്പ് വരുന്നത്. ഹാൻഡ് റെയിൽ സ്റ്റീലിലാണ് ഒരുക്കിയിരിക്കുന്നത്. വുഡൻ ഡിസൈനിലൊരു പില്ലർ വരുന്നുണ്ട്. ഇവിടെ ഒരു 3 വാളി ജനൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റെപ്പുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് വുഡൻ ഫിനിഷ് വരുന്ന ടൈലുകളാണ്. റേസറായി വരുന്നത് ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകളാണ്. അപ്പോൾ നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്നത് ഈ അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഹാൻഡ് റെയിൽ ഇങ്ങനെ നല്ല ഭംഗിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. വലിയ ഒരു അപ്പർ ലിവിങ് സ്പേസ് അല്ല ഇവിടെ നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ അപ്പർ ലിവിങ് സ്പേസ് ചെറുതാണെങ്കിലും ഇതിൻ്റെ സ്പേസ് നമുക്ക് ഈ ബെഡ്റൂമുകളിലേക്ക് നൽകിയിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഈ ഭാഗത്ത് ഒരു ബെഡ്റൂം. നമുക്ക് ഈ ബെഡ്റൂം ആദ്യം കാണാം. ഇവിടെ ഒരു പാസേജ് നൽകിയിട്ടുണ്ട്. അവിടെ ആയിട്ടാണ് ബാത്റൂം നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആണ്. നമ്മുടെ ലിവിങ് സ്പേസിൻ്റെ ഏരിയയെ കുറച്ചിട്ട് ബെഡ്റൂമിലേക്ക് ആ സ്പേസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 3 വാളി ജനൽ വരുന്നുണ്ട്. ഇവിടെയും ജനൽ കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് വരുന്നത് ഇവിടെയാണ്. ഒരു ഗ്രേ കളർ ഫിനിഷിലാണ് ഇവിടെ വാർഡ്രോബ് വരുന്നത്. ഹാൻഡിലുകൾ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് കളറുള്ള ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു ബട്ടൺ ഹാൻഡിലാണ് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ബാത്റൂം വരുന്നത്. ബാത്റൂമിൻ്റെ ഡിസൈൻ, ടൈലുകളുടെ ഡിസൈൻ അധികം നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ഡിസൈനാണ് ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ. ഇവിടെ ഒരു വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ വരുന്നുണ്ട്. അവസാന ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ്. സെൻറ്റർ ഭാഗത്ത് ഈ ഭാഗത്ത് ഷവർ, കയറി വരുമ്പോൾ വാഷ് ബേസിൻ നൽകി. ഇപ്പോൾ ഞാനുള്ളത് 3ാമത്തെ ബെഡ്റൂമിലാണ്. മറ്റ് 2 ബെഡ്റൂമുകൾ അപേക്ഷിച്ച് കുറച്ചുകൂടി വലിപ്പമുള്ളതാണ് ഈ ബെഡ്റൂം. ഇവിടെ ഒരു 3 പാളി ജനൽ, അതുപോലെ തന്നെ ഇവിടെയും ജനൽ വരുന്നുണ്ട്. ഇവിടെയാണ് വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത്. 2 പാളികളായിട്ടുള്ള വാർഡ്രോബാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് ഡ്രസ്സിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ മാത്രം ഒരു ഡ്രസ്സിങ് ഏരിയ നമുക്ക് കാണാം. ഇവിടെ മിറർ വരുന്നുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് താഴെയും വരുന്നുണ്ട്. ഇതാണ് ബാത്റൂം. ക്ലോസറ്റ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വാഷ് ബേസിൻ ഷവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിൻ ഇവിടെ വരുന്നില്ല. ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ ബാൽക്കണി കൂടിയാണ് കാണാനുള്ളത്. ബാൽക്കണി വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ഒരു ബാൽക്കണി തന്നെയാണ് നൽകിയിരിക്കുന്നത്. ബാൽക്കണിയിൽ ഇവിടെ വെള്ളം ചാടാതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു പോളികാർബണേറ്റ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് അവിടെ ഒരു കവർ സ്പേസ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ട് നൽകിയിരിക്കുന്നത്. നല്ല മാറ്റ് ഫിനിഷുള്ള ടൈലാണ് ഫ്ലോറ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. 3.5 സെൻറ്റ് സ്ഥലത്ത് 1650 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. 3 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. നല്ല വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് വരുന്നത്. മെയിൻ റോഡിലേക്ക് വരുന്ന ദൂരം വെറും 300 മീറ്റർ മാത്രമാണ്. ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം ഒരു 14 കിലോമീറ്റർ ദൂരം വരും. എയർപോർട്ടിലേക്ക് വരുന്നത് ഏകദേശം 15 കിലോമീറ്ററാണ്. രാജഗിരി ഹോസ്പിറ്റൽ 4.5 കിലോമീറ്ററാണ് ദൂരം. ആലുവയിലേക്ക് 10 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിച്ച നല്ലൊരു വീടാണിത്. ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് 54 ലക്ഷം രൂപയാണ്. ബഡ്ജറ്റ് പ്രൈസാണ്. ഈ വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഈ വീട് വാങ്ങാനും ഓണറുമായിട്ട് സംസാരിക്കാനൊക്കെ ആയിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.